പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 2ാം സെമസ്റ്ററിലെ ഭാഷാശാസ്ത്രത്തിൻ്റെ മുൻവർഷത്തെ ചോദ്യപേപ്പർ ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ആദ്യ ചോദ്യം: ആന്തരിക പുനഃസൃഷ്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഒരു ഭാഷയുടെ വളർച്ചയിലുള്ള ഒരു പ്രത്യേക ദശയിൽ മാത്രമാണ് ആന്തരിക പുനഃസൃഷ്ടി ഉപയോഗിച്ച് പ്രാക് ഭാഷ പുനർനിർമ്മാണം സാധ്യമാകുന്നത്. ഭാഷയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സന്ധി നിയമങ്ങൾ, ഉപസ്വനങ്ങൾ എന്നിവ പരിശോധിച്ച് ഭാഷയുടെ പൂർവ്വകാല രൂപം കണ്ടെത്തുന്നു. ഭാഷയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സന്ധി നിയമങ്ങൾ, അതുപോലെ തന്നെ ഉപസ്വനങ്ങൾ എന്നിവ പരിശോധിച്ചിട്ട് ഭാഷയുടെ പൂർവ്വരൂപം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ പരിണാമഫലമായി ഭാഷയുടെ ഘടനയിൽ വരുന്ന വ്യതിയാനങ്ങളുടെ രേഖകൾ അവശേഷിക്കുന്നുവെന്നും ആ രേഖകളിൽ നിന്ന് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചുള്ള ചിത്രം വിലയിരുത്തണമെന്നുമാണ് ആന്തരിക പുനർനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം. ഒരു കാലഘട്ടത്തിൽ പരിണാമഫലമായി ഭാഷയുടെ ഘടനയിൽ വന്ന വ്യതിയാനങ്ങളുടെ രേഖകൾ അവശേഷിച്ചിട്ടുണ്ടാവുമെന്നും ആ രേഖകളിൽ നിന്ന് അന്ന് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചുള്ള ചിത്രം വിലയിരുത്താമെന്നുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. എന്നാൽ ആന്തരിക പുനർനിർമ്മാണം അനുസരിച്ച് സ്വനപരിണാമം മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യമായിട്ടുള്ളൂ. മറ്റു പരിണാമങ്ങളുടെ കാര്യത്തിൽ ഈ രീതി വേണ്ടത്ര വിജയിച്ചിട്ടില്ല. പ്രധാനമായും 2 തരത്തിലാണ് സ്വനപരിണാമം സംഭവിക്കുന്നത്. ഒന്ന് വിബന്ധനവും രണ്ടാമത്തേത് ഏകീകരണവുമാണ്. ഇപ്രകാരം സംഭവിക്കുന്ന സ്വനപരിണാമം ഭാഷാഘടനയിൽ സന്ധി നിയമങ്ങളായി അവശേഷിക്കുന്നു. പിൽക്കാലത്തെ സന്ധി നിയമങ്ങൾ മുൻകാലത്തുണ്ടായ സ്വനപരിണാമങ്ങളുടെ ഫലമാണ് എന്നർത്ഥം. രണ്ടാമത്തെ ചോദ്യം: കോപ്പൻഹേഗൻ സ്കൂൾ പരിചയപ്പെടുത്തുക. ഒരു ഭാഷ ഉള്ളടക്കത്തിൻ്റെയും അതിൻ്റെ ആവിഷ്കാരത്തിന്റെയും ആകെത്തുകയാണ്. ഒരു ഭാഷ എന്നത് സമാനമായ ഉള്ളടക്കത്തിന്റെയും തമിഴിൽ അതിന്റെ ആവിഷ്കാരത്തിന്റെയും പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയം ചേർക്കേണ്ടി വരുമ്പോൾ ഗടന എന്ന രൂപമാണ് 2 ഭാഷയിൽ. ഉള്ളടക്കവും മകൾ എന്ന പദവും ഇങ്ങനെ തന്നെയാണ്. തമിഴിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രത്യയം ചേർക്കുമ്പോൾ മകളെ, മലയാളത്തിൽ മകൾ മുഖ്യമായ കാഴ്ചപ്പാട്. തമിഴിൽ ഒരു ഭാഷ ഉള്ളടക്കത്തിന്റെയും അതിന്റെ ആവിഷ്കാരത്തിന്റെയും ആകെത്തുകയാണ്. ഒരു തുടർച്ചാക്രമവും ഘടനയും ഓരോ ഭാഷയ്ക്കുമുണ്ട്. ഉള്ളടക്കവും അതിൻ്റെ ആവിഷ്കാരവും വിനിമയവും വഴി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഘടനാപരമായ ഭാഷാശാസ്ത്രത്തിൻ്റെ കേന്ദ്രമായിരുന്നു കോപ്പൻഹേഗൻ സ്കൂൾ. ജനീവ സ്കൂളും പ്രാഗ് സ്കൂളും ചേർന്ന ഘടനാവാദത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സെസ്യൂറിൻ്റെ ചിന്തകളെ ഏറെ പിന്തുടരുകയും യുക്തിയെയും വ്യാകരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്ത ഈ സ്കൂൾ ഭാഷാചിഹ്നങ്ങളുടെ മനഃശാസ്ത്രപരമായ വ്യാഖ്യാനത്തിലാണ് ഏറെ ശ്രദ്ധ ചെലുത്തിയത്. ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് യുക്തിയെയും വ്യാകരണത്തെയും പരസ്പരം ബന്ധിപ്പിക്കാനാണ്. എങ്ങനെ? ഭാഷാചിഹ്നങ്ങളുടെ മനഃശാസ്ത്രപരമായ വ്യാഖ്യാനത്തിലാണ് ശ്രദ്ധയൂന്നിയത്. ലൂയിസ് ഹെച്ച്മെൽസ്ലേവ് എന്ന ഡാനിഷ് ഭാഷാശാസ്ത്രജ്ഞൻ്റെ ആശയങ്ങളാണ് ഈ സ്കൂളിന് ആധാരമായി മാറിയത്. 1926 സ്ഥാപിതമായ പ്രാക് ഭാഷാ സർക്കിളായിരുന്നു ഇവരുടെ മുഖ്യ പ്രചോദനം. അടുത്ത ചോദ്യം: രൂപിമം എന്നാൽ എന്ത്? സ്വനങ്ങൾ ചേർന്നുണ്ടാകുന്ന അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ് രൂപിമം. സ്വനങ്ങൾ ചേർന്നുണ്ടാകുന്ന അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാ ഘടകം. അപ്പം അർത്ഥം വിനിമയം സാധ്യമാകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഏകകത്തെയാണ് നമ്മൾ രൂപിമം എന്ന് വിളിക്കുന്നത്. അർത്ഥം വിനിമയം ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഏകകം. വാക്യങ്ങളെ പദങ്ങളായി തിരിക്കാം. ഓരോ പദങ്ങളും അർത്ഥപ്രധാന ശേഷിയുള്ളതായിരിക്കും. ഉദാഹരണത്തിന്, കറുത്ത പക്ഷിയുടെ പാട്ട് മനോഹരമാണ്. ഇവിടെ പദങ്ങൾ വിഭജിച്ച് നോക്കിയാലും അർത്ഥം പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ വാക്യത്തിലെ പക്ഷിയുടെ എന്ന പദം എടുക്കുക. പദം അധികം ഉടെ എന്ന് വിഭജിക്കാം. പക്ഷി, ഉടെ എന്നീ 2 സ്വതന്ത്ര രൂപങ്ങൾ കിട്ടുന്നു. എന്നാൽ
വീണ്ടും വിഭജിച്ച് പക്ഷി എന്നത് പ അധികം ആ, ക അധികം ഷ് അധികം ഇ അധികം ഉ അധികം ഡ അധികം എ, പക്ഷിയുടെ നമ്മൾ ഓരോ അക്ഷരങ്ങളും വിഭജിക്കുകയാണ് ചെയ്യുന്നത്. എന്നാക്കുമ്പോൾ ആ ഘടകങ്ങൾ അർത്ഥപ്രധാന ശേഷി നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാം. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത പക്ഷി, ഉടെ എന്നിവ അർത്ഥം പ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഭാഷാ ഘടകങ്ങളാണ് എന്നാണ്. അപ്പം അവയെയാണ് നമുക്ക് രൂപിമം എന്ന് വിളിക്കാവുന്നത്. കേരള പാണിനി ശബ്ദം എന്ന് വിളിക്കുന്ന രൂപിമത്തെയാണ് സ്വതന്ത്ര രൂപിമം, ആശ്രിത രൂപിമം. സ്വയം ഒരു പദമായി നിലകൊള്ളാൻ കഴിയുന്ന രൂപിമത്തെയാണ് സ്വതന്ത്ര രൂപം എന്ന് വിളിക്കുന്നത്. സ്വയം ഒരു പദമായി നിലകൊള്ളാൻ കഴിയുന്ന രൂപിമം. എന്നാൽ നിലനിൽപ്പിന് വേണ്ടി സ്വതന്ത്ര രൂപങ്ങളെ ആകർഷിച്ച് അതിൻ്റെ ഭാഗമായി മാത്രം നിലകൊള്ളുന്നവയാണ് ആശ്രിത രൂപിമങ്ങൾ. സ്വന്തമായ അർത്ഥം അവയ്ക്കുണ്ടെങ്കിലും സ്വതന്ത്ര രൂപങ്ങളുടെ ഭാഗമായല്ലാതെ അവയെ വാക്യത്തിൽ പ്രയോഗിക്കാനാവില്ല. ഇതിൻ്റെ ഭാഗമായി ഒരൊറ്റ രൂപിമം മാത്രമുള്ള പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്വതന്ത്ര രൂപിമവും ഒരു ആശ്രിത രൂപിമവും ചേർന്ന പദവും സാധ്യമാകുന്നു. ഒരു സങ്കീർണ പദം രണ്ട് രൂപങ്ങളെ ഉൾക്കൊള്ളുന്നു. ഉദാഹരണം, കുട്ടിയുടെ. കുട്ടി എന്നത് സ്വതന്ത്രവും ഉടെ എന്നത് ആശ്രിതവുമാണ്. മാനസ്വരങ്ങൾ എന്നാൽ എന്ത്? സ്വരങ്ങളെ അർത്ഥശങ്ക കൂടാതെ നിർവചിക്കാൻ സഹായകമായി അംഗീകരിക്കാവുന്ന സൂചനാ സ്ഥാനങ്ങൾ എന്ന നിലക്ക് ബ്രിട്ടീഷ് സ്വനവിജ്ഞാനീയനായ ഡാനിയൽ ജോൺസ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് 8 മാനസ്വരങ്ങൾ നിർവചിച്ച് ഉദാഹരിക്കുകയുണ്ടായി. അപ്പോൾ ഡാനിയൽ ജോൺസ് എന്ന ബ്രിട്ടീഷ് ഭാഷാശാസ്ത്രജ്ഞനാണ് മാനസ്വരങ്ങൾ അവതരിപ്പിച്ചത്. ഇതിന് കാർഡിനൽ വോവൽ സിസ്റ്റം എന്ന പേര് കൂടിയുണ്ട്. വ്യക്തമായ ഉച്ചാരണവും സ്ഥാനവുമുള്ള 8 സ്വരങ്ങളെയാണ് അദ്ദേഹം നിർണയിച്ചത്. വ്യക്തമായ ഉച്ചാരണവും സ്ഥാനവുമുള്ള 8 സ്വരങ്ങളെ അദ്ദേഹം നിർണയിച്ചു. ഈ 8 എണ്ണത്തിൽ 4 എണ്ണം അഗ്രസ്വരങ്ങളും 4 എണ്ണം രസനാമൂലസ്വരങ്ങളുമാണ്. വ്യാകരണപരമായ ചർച്ചകളിലും ഉച്ചാരണ പരിശീലനത്തിലും ഭാഷണ വൈകല്യങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹം ഇത് അവതരിപ്പിക്കാൻ കാരണമായത്. കാലാന്തരത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർനാഷണൽ ഫോണറ്റിക്സ് അസോസിയേഷൻ പോലുള്ള പ്രാമാണിക പ്രസിദ്ധീകരണങ്ങളുടെ അംഗീകാരം ഈ സ്വന നിർവചനത്തിന് ലഭിക്കുകയുണ്ടായി. ലോക ഭാഷകളിൽ ഒന്നിലും പ്രചരിക്കുന്ന സ്വരങ്ങളല്ല മാനസ്വരങ്ങൾ. അന്താരാഷ്ട്ര അംഗീകാരം നേടിയ സൂചനാ സ്ഥാനങ്ങൾ മാത്രമാണിവ. സ്വരോച്ചാരണത്തിലെ സൂക്ഷ്മ സ്വഭാവങ്ങൾ രേഖപ്പെടുത്താൻ മാനസ്വര വ്യവസ്ഥക്ക് കഴിയും. ഭാഷാ പഠനത്തിനുള്ള ഉച്ചാരണ പരിശീലനത്തിനും ഭാഷണ വൈകല്യങ്ങൾ ഒഴിവാക്കുന്നതിനും മാനസ്വരങ്ങൾ സഹായകമാണ്. ആ ചിത്രം കൂടി വരച്ചാലാണ് ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ. ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 118 അടുത്ത ചോദ്യം, സമഭാഷാംശ സീമാരേഖ എന്നാൽ എന്ത്? ഭാഷാഭേദ ഭൂപടങ്ങൾ ഓരോ പ്രത്യേക പദത്തിനും നിർമ്മിച്ചു കഴിഞ്ഞാൽ ഓരോ വാക്കിനും കിട്ടിയിട്ടുള്ള ഭേദങ്ങളുടെ വ്യാപ്തി അറിയാൻ കഴിയും. എല്ലാ വാക്കുകളുടെയും ഭേദങ്ങളുടെ എണ്ണം ഒന്നായിരിക്കണമെന്നില്ല. വ്യാപ്തിയുടെ സ്വഭാവമനുസരിച്ച് ഭാഷാഭേദ ഭൂപടങ്ങളെ 2ആയി തിരിക്കാവുന്നതാണ്. ഭേദങ്ങൾ പരസ്പരം ഇടകലർന്ന് കിടക്കുന്നവ. രണ്ടാമത്തേത് ഏകദേശം കൃത്യമായി ഭേദങ്ങളുടെ അതിർത്തി രേഖ ഉണ്ടായിരിക്കുന്നവ. ഒരേപോലെയുള്ള ഉച്ചാരണങ്ങളുള്ള വാക്കുകളുടെയോ വ്യാകരണ പ്രത്യയങ്ങളുടെയോ അർത്ഥങ്ങളുടെയോ ഈണങ്ങളുടെയോ അതിർത്തികളായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമഭാഷാംശ സീമാരേഖകൾ എന്ന് വിളിക്കുന്നത്. ഒന്നും കൂടി പറയാം, ഒരുപോലെയുള്ള ഉച്ചാരണങ്ങളുടെയോ വാക്കുകളുടെയോ വ്യാകരണ പ്രത്യയങ്ങളുടെയോ അർത്ഥങ്ങളുടെയോ ഈണങ്ങളുടെയോ അതിർത്തികളായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് സമഭാഷാംശ സീമാരേഖകൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ വരയ്ക്കുന്ന ഭൂപടമാണ് ഇത്തരം രേഖകൾ വരയ്ക്കാനായി ഉപയുക്തമാകുന്നത്. ഒന്നും കൂടി പറഞ്ഞാൽ,
ഭാഷാഭേദത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചിത്രമാണ് സമഭാഷാംശ സീമാരേഖ. പദത്തിലും അർത്ഥത്തിലും ഉച്ചാരണത്തിലുമുള്ള വ്യത്യാസങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ ഉപഭാഷയുടെ ചരിത്രം കൃത്യമായി തയ്യാറാക്കാൻ കഴിയും. ഭാഷാശാസ്ത്രത്തിലെ ഏകകാലിക ഭാഷാശാസ്ത്ര പഠനം ഇത്തരം സമീപന രീതിയെ അവലംബിച്ചുള്ളതാണ്. സങ്കര ഭാഷയും വെങ്കല ഭാഷയും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ പരസ്പരം ഇടപഴകേണ്ടി വരുമ്പോൾ ഇരു ഭാഷകളും ചേർന്ന് പുതിയൊരു ഭാഷാരൂപം സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ താൽക്കാലിക ആവശ്യത്തിനായി സൃഷ്ടിക്കപ്പെടുന്ന ഭാഷയെയാണ് സങ്കര ഭാഷ എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് വിദേശ വാണിജ്യ ബന്ധത്തിൻ്റെ ഫലമായോ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലോ ആണ് ഇത്തരത്തിൽ സങ്കര ഭാഷകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അന്യഭാഷയിലെ പദസമൂഹങ്ങൾ സ്വന്തം ഭാഷയിലെ ഘടനാരീതിയുമായി ബന്ധിച്ചാണ് ഇത്തരം ഭാഷകൾ രൂപം കൊള്ളുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിശേഷിച്ച് വാണിജ്യ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള സങ്കര ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇന്നും തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ താൽക്കാലിക ആശയവിനിമയത്തിനായി ഇത്തരത്തിലുള്ള സങ്കര ഭാഷകൾ നിലനിൽക്കുന്നുണ്ട്. സങ്കര ഭാഷകളിൽ കൂടുതലും വാണിജ്യ ആവശ്യങ്ങൾക്കായി രൂപം കൊണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഷയെ കച്ചവട ഭാഷ എന്നും വിളിക്കാറുണ്ട്. പ്രബല ഭാഷയുടെ പദസഞ്ചയമായിരിക്കും സങ്കര ഭാഷയിൽ ഉണ്ടാവുക. വാക്യഘടനയും മറ്റും ന്യൂനഭാഷയുടേതായിരിക്കും. ഇംഗ്ലീഷ്, മറ്റേതെങ്കിലും യൂറോപ്യൻ ഭാഷ എന്നിവയും പ്രാദേശികമായ ഭാഷകളിൽ ഒന്നും കൂടിച്ചേർന്നുള്ള ഭാഷാമിശ്രണങ്ങളാണ് സങ്കര ഭാഷകളിൽ കൂടുതലും. പ്രഭവ ഭാഷകളേക്കാൾ ഘടനാപരമായ ലാഘവം എല്ലാ സങ്കര ഭാഷകളുടെയും സവിശേഷതകളാണ്. ഉദാഹരണത്തിന്, വാണിജ്യ ആവശ്യങ്ങൾക്കായി ചൈനയിലെ കാൻഡൻ പ്രദേശത്ത് ഉടലെടുത്ത ചൈനീസ് ഇംഗ്ലീഷ് സങ്കര ഭാഷയാണ്. വെങ്കല ഭാഷ. ഒരു തലമുറ അവരുടെ ശൈശവം മുതൽ ഒരു സങ്കര ഭാഷയെ പ്രഥമ ഭാഷയാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് സങ്കര ഭാഷ വെങ്കല ഭാഷയായി മാറുന്നത്. താൽക്കാലിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന മിശ്ര ഭാഷ ഏതാനും മാറ്റങ്ങളോടെ അനന്തര തലമുറകളുടെ മാതൃഭാഷയായി തീരുന്ന സംഭവം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പല ഭാഷകളും അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളവയാണ്. കേരളീയ തമിഴ് ബ്രാഹ്മണരുടെ ഗൃഹഭാഷയിൽ ഇന്നും വെങ്കല സ്വഭാവമുള്ള ഒരു ഭാഷാരീതി പ്രകടമാണ്. കൊല്ലം തങ്കശ്ശേരിയിൽ ഇംഗ്ലീഷും മലയാളവും ചേർന്നൊരു മിശ്ര ഭാഷാ പ്രയോഗം നിലവിലുണ്ട്. വളരെ കാലത്തെ ദ്വിഭാഷാ പ്രയോഗമാണ് ഇത്തരം മിശ്ര ഭാഷയുണ്ടാകാൻ കാരണം. അധിനിവേശ ഫലമായി ഉണ്ടായ കോളനി പ്രദേശങ്ങളിലാണ് വെങ്കല ഭാഷകൾ രൂപം കൊള്ളുന്നത്. AR രാജരാജവർമ്മ നളചരിതം ആട്ടക്കഥയിലെ ഭാഷയെ വെങ്കല ഭാഷ എന്നാണ് വിശേഷിപ്പിച്ചത്. അർത്ഥപരിണാമം വിവരിക്കുക. പദങ്ങളുടെ അർത്ഥത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് അർത്ഥപരിണാമം എന്ന് പറയുന്നത്. ഒരു പദത്തിൻ്റെ അർത്ഥം എന്നത് ആ പദം കേൾക്കുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്ന ആശയ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മാറ്റം പല രീതിയിൽ സംഭവിക്കാം. ചുരുങ്ങിയ അർത്ഥത്തിൽ നിന്ന് വിപുലമായ അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ വിപുലമായ അർത്ഥത്തിൽ നിന്ന് സങ്കുചിതമായ അർത്ഥത്തിലേക്കും ആകാം. ഇവ യഥാക്രമം അർത്ഥവികാസം എന്നും അർത്ഥസങ്കോചം എന്നും അറിയപ്പെടുന്നു. അർത്ഥോത്കർഷം, അർത്ഥാപകർഷം എന്നിങ്ങനെ പലതരം അർത്ഥപരിണാമങ്ങൾ സംഭവിക്കാറുണ്ട്. അർത്ഥപരിണാമ ഹേതുക്കളാണ് പ്രയത്നലാഘവം, സമീപസ്ത്വനങ്ങളുടെ സ്വാധീനം, സവർണനം, സദൃശകൽപ്പന, ആദാനം, ഘടനാസമ്മർദ്ദം എന്നിവ. പ്രധാനപ്പെട്ട അർത്ഥപരിണാമങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അർത്ഥവികാസം. മൂലാർത്ഥം വികസിച്ച് പുതിയ അർത്ഥമുണ്ടാകുന്നതാണ് അർത്ഥവികാസം. കാശ്, ചക്രം, പണം, രൂപ മുതലായവ നാണയങ്ങളുടെ പേരുകളാണ്. എന്നാൽ ഇവ ഇന്ന് സമ്പത്ത് എന്ന അർത്ഥത്തിൽ പൊതുവായി ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് അർത്ഥസങ്കോചം. വിപുലമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദം ചുരുങ്ങിയ ഒരു അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ് അർത്ഥസങ്കോചം. കല്യാണം എന്ന പദം
മംഗളകർമ്മങ്ങളെ മുഴുവൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് വിവാഹം എന്ന ഒരർത്ഥത്തിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തേത് അർത്ഥോത്കർഷം. ഒരാശയം കുറിക്കുന്ന പദം അതിനേക്കാൾ ഉത്കൃഷ്ടവും സദൃശവുമായ മറ്റൊരു ആശയത്തെ കുറിക്കാൻ ഉപയോഗിച്ചാൽ അതാണ് അർത്ഥോത്കർഷം. ഉദാഹരണം, ഭസ്മം എന്നതിന് ചാരം എന്ന അർത്ഥം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് ദൈവവുമായി ബന്ധപ്പെടുത്തി ഉന്നത ഗുണമുള്ള ഒരു വസ്തുവായി മാറിയിട്ടുണ്ട്. അർത്ഥാപകർഷം. അർത്ഥോത്കർഷത്തിൻ്റെ നേരെ വിപരീതമാണ് അർത്ഥാപകർഷം. ഒരു കാലത്ത് വലിയ മാളികയെക്കുറിച്ചായിരുന്നു മാടം എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് മലയാളത്തിൽ മാടം എന്നാൽ ചെറിയ ഒരു കുടിലിനെയാണ് സൂചിപ്പിക്കുന്നത്. അർത്ഥാദേശം. പുതിയ അർത്ഥങ്ങൾ ഇവിടെ വന്നു ചേരുന്നു. പാവാട എന്നതിന് വിരിക്കുന്ന തുണി എന്നായിരുന്നു അർത്ഥം. ഇപ്പോഴിത് ഒരു വസ്ത്രത്തിൻ്റെ പേരായി. അതുപോലെ കോടതി എന്നർത്ഥമുള്ള കച്ചേരിക്ക് മറ്റൊരർത്ഥം വന്നു ചേരുന്നു. അർത്ഥ സാദൃശ്യം. ആലങ്കാരികമായി സാദൃശ്യമുള്ള അർത്ഥം വരുന്നതാണ് അർത്ഥ സാദൃശ്യം എന്ന് പറയുന്നത്. പൊന്ന്, മുള്ള്, മധുരം എന്നിവയുടെ മൂലാർത്ഥമല്ല പൊന്നോമന, മുള്ളുവാക്ക്, മധുര 17 മുതലായവയിൽ കാണുന്നത്. ഇവിടെ ഈ പദങ്ങൾ ആലങ്കാരിക സാദൃശ്യത്തിന് ഉദാഹരണമാണ്. അടുത്തത് അർത്ഥ സാമീപ്യമാണ്. സാമീപ്യം കൊണ്ട് അർത്ഥം ലഭിക്കുന്നതാണ്. മുഖത്തിൻ്റെ ഒരു ഭാഗമാണ് താടി. എന്നാൽ ഇതിന് താടിയിൽ നീണ്ടുവരുന്ന രോമം എന്നൊരു അർത്ഥമുണ്ട്. ഈ അർത്ഥം സാമീപ്യം കൊണ്ട് സിദ്ധിച്ചതാണ്. അർത്ഥാതിശയം. ദീനം എന്നതിന് സാധാരണയായി അസുഖം എന്ന അർത്ഥമാണ് ഉള്ളത്. എന്നാൽ അത്യന്തികം ഭീകരമായ മസൂരി രോഗത്തെ കുറിക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് അതിശയം സംഭവിക്കുന്നുണ്ട്. അർത്ഥന്യൂനം. മാന്യനല്ലാത്ത ഒരാളെ മാന്യൻ എന്നോ മിടുക്കല്ലാത്ത ഒരാളെ മിടുക്കൻ എന്നോ വിശേഷിപ്പിക്കുമ്പോൾ അർത്ഥത്തിന് ന്യൂനത സംഭവിക്കുന്നു. ആദാനം എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം വിവരിക്കുക. ആദാനം ഒരു ഭാഷാ മൂലകത്തെ മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആദാനം. ഒരു ഭാഷാ മൂലകത്തെ എന്ന് പറയുന്നത് സ്വനമോ സ്വനിമമോ അല്ലെങ്കിൽ രൂപിമമോ പദമോ പ്രയോഗവിശേഷമോ ഏതെങ്കിലും ആവാം. അത് പൂർണ്ണമായോ ഭാഗികമായോ കടം വാങ്ങലാണ് ആദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വാക്കുകളെ കടമെടുക്കലാണ് ആദാനം എന്ന് പറയുന്നത്. ഇങ്ങനെ കടമെടുത്ത വാക്കുകളെ വായ്പാ വാക്ക് അല്ലെങ്കിൽ ആദത്ത പദം, ലോൺ വേർഡ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ നിന്ന് കടമെടുത്ത വാക്കുകളെയാണ് വായ്പാ വാക്ക് അല്ലെങ്കിൽ ലോൺ വേർഡ് എന്ന് പറയുന്നത്. വ്യക്തികൾ തമ്മിൽ വിഭിന്ന ഭാഷകളോ ഉപഭാഷകളോ വ്യക്തിഭാഷകളോ സംസാരിക്കുമ്പോൾ, തമ്മിൽ ഇടപഴകുമ്പോൾ ഭാഷകൾ തമ്മിൽ സമ്പർക്കമുണ്ടാകുന്നു. ഭാഷ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയ്ക്കാണ് പ്രാഥമിക ഭാഷ അല്ലെങ്കിൽ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഭാഷാ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയ്ക്ക് പ്രൈമറി ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രാഥമിക ഭാഷ എന്ന് വിളിക്കുന്നു. മാതൃഭാഷ എന്ന് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. ഏതു ഭാഷയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവോ അതിനെയാണ് സെക്കൻഡറി ഭാഷ അല്ലെങ്കിൽ ദ്വിതീയ ഭാഷ എന്ന് വിളിക്കുന്നത്. മറ്റു ഭാഷകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഭാഷയുടെ സ്വാധീനം നമ്മുടെ ഭാഷയിൽ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. ഭരണസ്ഥിര കേന്ദ്രങ്ങൾ, വ്യാപാരം, അതിർത്തി പ്രദേശങ്ങൾ, പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഭാഷാ സമ്പർക്കം ഉണ്ടാകുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം അവരുടെ കോളനികളിൽ സജീവമായിരുന്നു. ഭാഷകളുടെ സമ്പർക്ക ഫലമായി ഉണ്ടാകുന്ന പരിണാമങ്ങൾ ചില കാര്യങ്ങളിൽ താൽക്കാലികമായിരിക്കും. വ്യാകരണപരമായ കാര്യങ്ങളിലും താൽക്കാലികം തന്നെയാണ്. ചിലപ്പോൾ മാത്രം സ്ഥിരമായ പരിണാമങ്ങളും സംഭവിക്കാറുണ്ട്. ആദാനം 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, ആവശ്യ നിർവഹണം. ആവശ്യം നടക്കുന്നതിന് വേണ്ടിയാണ്. മറ്റ് ദേശങ്ങളിലുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളെ കുറിക്കാൻ നമ്മുടെ ഭാഷയിൽ പകരം പദങ്ങൾ ഉണ്ടാവുകയില്ല. ഉദാഹരണം, ഇംഗ്ലീഷിൽ നിന്ന് വന്ന ബെഞ്ച്, ഡെസ്ക്, ചോക്ക്, പെൻസിൽ എന്നിവ. രണ്ടാമത്തേത് മാന്യതാബോധമാണ്. മാന്യത പോരാ എന്ന് തോന്നുമ്പോൾ അന്യഭാഷാ പദങ്ങൾ പകരം ഉപയോഗിക്കാറുണ്ട്. തന്ത, തള്ള, ചൊറി തുടങ്ങിയ പദങ്ങൾ മാന്യത പോരാഞ്ഞിട്ട് അച്ഛനും അമ്മയും വ്രണവുമാകുന്നു. അതുപോലെ തന്നെ മുഖം,
ഫേസ് ആകുന്നതും ഉച്ചയൂണ് ലഞ്ച് ആകുന്നതും ഇതിനുദാഹരണമാണ്. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുക. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.